हिंदी चैप्टर 2 जैसा सवाल वैसा जवाब. ഫോർത്ത് സ്റ്റാൻഡേർഡ് ഹിന്ദിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ജൈസ സവാൽ വൈസ ജവാബ്. സവാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ. ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അങ്ങനെയുള്ള ആൻസർ. നല്ലൊരു കഥയാണ്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. बीरबल की बुद्धि के आगे बड़ों की भी कुछ नहीं चल पाती थी. इसी कारण कुछ दरबारी बीरबल से जलते थे. वे बीरबल को मुसीबत में फंसाने के तरीके सोचते रहे थे. बादशाह അക്ബർ രാജാവിന്, ബാദ്ഷാ എന്ന് പറഞ്ഞ രാജാവ്, അക്ബർ രാജാവിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ബീർബൽ. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ബീർബലിനെ ഒരുപാട് ഇഷ്ടമാണ്. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അക്ബർ രാജാവിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ബീർബലിനെ ഒരുപാട് ഇഷ്ടമാണ്. ബീർബൽ കി ബുദ്ധിക്ക് ആകെ ബടോ കെ ഭി കുച്ച് നഹീം ചൽ പാത്തി थी. ബീർബലിന് ഭയങ്കര ബുദ്ധിയാണ്. ബീർബലിൻ്റെ ബുദ്ധിയുടെ മുകളിൽ ആർക്കും പോകാൻ പറ്റില്ല. അതായത് ബീർബലിന് നല്ല ബുദ്ധിയുള്ളതാണ് ആര്? ബീർബൽ. ഇസി കാരൻ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തേ थे. അത് കാരണം കുറച്ച് പണ്ഡിതന്മാർക്ക്, അവിടെ രാജകൊട്ടാരത്തിലുള്ള കുറച്ച് പണ്ഡിതന്മാർക്ക് ബീർബലിനോട് അസൂയായിരുന്നു. ജൽത്തേ थे എന്ന് പറഞ്ഞാൽ അസൂയായിരുന്നു. വേ ബീർബൽ കോ മുസീബത്ത് മേം ഫസാനെ കെ തരീക്കെ സോച്ച്തേ രഹേ थे. അവരെല്ലാവരും നമ്മുടെ ബീർബലിനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാക്കാനുള്ള, തരീക്ക എന്ന് പറഞ്ഞാൽ ഐഡിയ, സോച്ചന എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുക, നമ്മുടെ ബീർബലിനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള ഐഡിയ ആലോചിച്ചു കൊണ്ടേയിരുന്നു. अकबर के एक खास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. അവിടെയുള്ള മറ്റൊരു പണ്ഡിതനാണ് ആര്? ഖ്വാജാ സറ. അക്ബർ രാജാവിൻ്റെ മറ്റൊരു പണ്ഡിതനായ ഖ്വാജാ സറായ്ക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യയിലും ബുദ്ധിയിലൊക്കെ ഒരുപാട് അഭിമാനമുണ്ടായിരുന്നു. ആരുടെ ബുദ്ധിയിലാണ്? അദ്ദേഹത്തിൻ്റെ തന്നെ. ഖ്വാജാ സറായ്ക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഭയങ്കര അഭിമാനം ഉണ്ടായിരുന്നു. ബീർബൽ को तो वे अपने सामने निरात बालक और मूक समझे थे. ബീർബലിനെ അദ്ദേഹം എങ്ങനെയാണ് കണ്ടിരുന്നത്? നമ്മുടെ ഖ്വാജാ സറായ്ക്ക് ബീർബലിനോട് വെറും പുച്ഛമായിരുന്നു. അതെന്താ? ബീർബലിനെ വെറും വിഡ്ഢിയായിട്ടും ബാലകനായിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ ഖ്വാജാ സറ കണ്ടിരുന്നത്. ലേക്കിൻ അപ്നെ ഹി മാന്യ സേ തോ കുച്ച് ഹോത്താ നഹീം. പക്ഷേ അദ്ദേഹം ബീർബലിനെ വിഡ്ഢിയായിട്ട് കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ? ബാക്കി ആ രാജകൊട്ടാരത്തിൽ എല്ലാവരും ബീർബലിനെ കുറിച്ച് സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ദർബാർ മേം ബീർബൽ की ही तूदी बोलती और ख्वाजा साहब की बात ऐसी लगती थी जैसे नखार खाने में तूती की आवाज़. ആ രാജകൊട്ടാരത്തിൽ എല്ലാവരും തൂത്തി എന്ന് പറഞ്ഞാൽ സ്തുതി ബീർബലിനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് കാരണം നമ്മുടെ ഖ്വാജാ സാഹിബ് പറയുന്നത്, നക്കാർ ഖാൻ എന്ന് പറഞ്ഞ കാർപ്പൻ്റർ, ഒരു ആശാരി പറയുന്നത് പോലെ മാത്രമേ എല്ലാവരും എടുത്തിരുന്നുള്ളൂ. ഖ്വാജാ സാഹിബ് की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते, लेकिन निकलवाते कैसे? ഖ്വാജാ സാഹിബ് ആയിരുന്നെങ്കിൽ, ബീർബലിനെ ഖ്വാജാ സാഹിബിൻ്റെ കയ്യിലായിരുന്നു ഭരണമെങ്കിൽ ഖ്വാജാ സാഹിബ് എന്ത് ചെയ്തേനെ? ഈ ബീർബലിനെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കിയേനെ. നിക്കൽവാത്തെ എത്തിയത് പുറത്തോട്ട് ആക്കിയേനെ. നിക്കൽവാത്തെ കേസേ. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്? एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए बहुत सोच विचार कर कुछ मुश्किल प्रश्न सोच लिए. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के छक्के छूट जाएंगे और वह लाख कोशिश करके भी संतोषजनक उत्तर नहीं दे पाएंगे. फिर बादशाह मान लेगा कि ख्वाजा सरा के आगे बीरबल कुछ नहीं है. एक दिन, ഒരു ദിവസം നമ്മുടെ ഖ്വാജാനെ ബീർബൽ കോ മൂർഖ് സാബിത് കർനെ കെ ലിയെ, നമ്മുടെ ബീർബലിൻ്റെ വിഡ്ഢിത്തരം തെളിയിക്കുന്നതിനായി നമ്മുടെ ഖ്വാജാ സാഹിബ് ഒരുപാട് ചിന്തിച്ച്, സോച്ച് വിചാർക്കർ, ഒരുപാട് നേരം ചിന്തിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചു. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള, പ്രശ്നം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ. നമ്മുടെ ബീർബലിനെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി, അതായത് ബീർബൽ വിഡ്ഢിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഖ്വാജാ സാഹിബ് എന്ത് ചെയ്തു? ഒരുപാട് ചിന്തിച്ച് വിഷമമുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചു. ഉന്നെ വിശ്വാസ് താക്കി ബാദ്ഷാ ഉൻ പ്രശ്നോ को सुनकर ബീർബൽ के छक्के छूट जाएंगे. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എന്താണ് ഉറപ്പുണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മുടെ ബീർബൽ ചക്ക എന്ന് പറഞ്ഞ് കൺഫ്യൂഷനാവും. എന്നിട്ട് എത്ര
എത്ര നേരം നിന്ന് ആലോചിച്ച് ശ്രമിച്ചാലും കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. കൃത്യമായ സന്തോഷജനക് ഉത്തർ നഹീം ദേ പായേഗെ, കൃത്യമായ ഒരു ഉത്തരം തരാൻ ബീർബലിനെ കൊണ്ട് സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഫിർ ബാദ്ഷാ മാൻ ലേഗാക്കി ഖ്വാജ സറാക്ക് ആകെ ബീർബൽ കുച്ച് നഹി ഹെ. അങ്ങനെ ഖ്വാജ സറ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബീർബൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബാദ്ഷാ രാജാവിന് എന്ത് മനസ്സിലാവും? നമ്മുടെ ഖ്വാജ സറായുടെ മുമ്പിൽ ബീർബലിൻ്റെ ബുദ്ധി ഒന്നുമല്ല, ഖ്വാജ സറയാണ് നല്ല ബുദ്ധിമാനെന്ന് മനസ്സിലാകും. ख्वाजा साहब अचकन पगड़ी पहनकर दाढ़ी सहलाते हुए अकबर के पास पहुँचे और सिर झुकाकर बोले, बीरबल बड़ा बुद्धिमान बनता है, आप भी उसकी लंबी चौड़ी बातों के धोखे में आ जाते हैं. मैं चाहता हूँ कि आप मेरे 3 सवालों के जवाब पूछकर उसके दिमाग की गहराई नाप ले. उस नकली अक्ल बहादुर की कलई खुल जाएगी. എന്നിട്ട് നമ്മുടെ ഖ്വാജ സാഹിബ് എന്ത് ചെയ്തെന്നറിയോ? ഖ്വാജ സാഹിബ് നീളമുള്ള ഡ്രസ്സൂട്ട്, പകടി എന്ന് പറഞ്ഞാൽ എന്താണ്? തലപ്പാവൊക്കെ അണിഞ്ഞ്, ദാടി സഹലാത്തെ എന്ന് പറഞ്ഞാൽ താടി തടവിക്കൊണ്ട് അക്ബർ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് സിർ ചുക്കാക്കർ പോലെ തല ചരിച്ചുകൊണ്ട് പറഞ്ഞു, ബീർബൽ ബടാ ബുദ്ധിമാൻ ബൻതാ ഹെ, ബീർബൽ ഒരു വലിയ ബുദ്ധിമാനാവുന്നുണ്ട്. ആപ്പി ഉസ്കി ലംബി ചൗടി ബാത്തോ കെ ധോക്കെ മേം ആ ജാത്തെ ഹെ. അങ്ങും രാജാവും ആ ബീർബലിൻ്റെ ലംബി എന്ന് പറഞ്ഞാൽ ദീർഘം, ഒരുപാട് വിശാലവും, ചൗടി എന്ന് പറഞ്ഞാൽ വിശാലവും, ഒരുപാട് നേരത്തെ സംസാരം കേട്ട് ധോക്കേമേം ആജാത്തേഹ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുകയാണ്. അതായത് ബീർബൽ എല്ലാവരെയും വഞ്ചിക്കുകയാണ്. മേ ചാഹ്താഹും, ഞാൻ ആഗ്രഹിക്കുന്നു. ആരാഗ്രഹിക്കുന്നതാണ്? ഖ്വാജ സാഹിബ് അല്ലേ? ഖ്വാജ സാഹിബ് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? ആ മേരെ 3 സവാലോं के ജവാബ്, അങ്ങ് രാജാവിനോട് പറയുകയാണ്, അങ്ങ് എൻ്റെ 3 ചോദ്യങ്ങൾ, സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ, ഉത്തരം ചോദിച്ച് അവൻ്റെ അറിവിനെ അളക്കാൻ. ദിമാഗ് എന്ന് പറഞ്ഞാൽ അറിവ്, ഗഹരായി എന്ന് പറഞ്ഞാൽ ആഴം, അറിവിൻ്റെ ആഴം, നാപ്ലെ എന്ന് പറഞ്ഞാൽ അളക്കുക. അങ്ങനെ 3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാജാവ് ബീർബലിനോട് ആ 3 ചോദ്യങ്ങൾ ചോദിച്ച് അവൻ്റെ അറിവിൻ്റെ ആഴം ഒന്ന് അളക്കാൻ പറഞ്ഞു. ഉസ് നക്കലി അക്കൽ ബഹദൂർ കി കലൈ ഖുൽ ജായെങ്കി. അങ്ങനെ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ വിഡ്ഢിയായ വ്യാജനായ ജ്ഞാനരാജാവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ख्वाजा के अनुरोध करने पर अकबर ने बीरबल को बुलाया और उसने कहा, बीरबल परम ज्ञानी ख्वाजा साहब तुमसे 3 प्रश्न पूछना चाहते हैं, क्या तुम उनके उत्तर दे सकोगे? ഖ്വാജ സാഹിബിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ അക്ബർ എന്ത് ചെയ്തു? ബീർബലിനെ വിളിച്ചു. അക്ബർ രാജാവ് ബീർബലിനെ വിളിച്ചിട്ട് ചോദിച്ചു, ബീർബൽ പരം ജ്ഞാനി ഖ്വാജ സാഹിബ്, നമ്മുടെ ജ്ഞാനിയായ ഖ്വാജ സാഹിബ് നിന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് ഉത്തരം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ബീർബൽ ബോലെ, ജഹാബ് നാ ജറൂർ ദൂങ്ക, ഖുഷി സെ പൂച്ചേ. ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ തീർച്ചയായും ഉത്തരം നൽകാം, സന്തോഷത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചാലും. ഖ്വാജ സാഹിബിനെ അപ്നെ 3 സവാൽ ലിഖർ ബാദ്ഷാക്കോ ദേ ദിയ. എന്നിട്ട് നമ്മുടെ ഖ്വാജ സാഹിബ് അവരുടെ 3 ചോദ്യങ്ങളും എഴുതിയിട്ട് ബാദ്ഷായ്ക്ക് നൽകി. അക്ബറിനെ बीरबल से ख्वाजा का पहला प्रश्न पूछा, संसार का केंद्र कहाँ है? അങ്ങനെ അക്ബർ നമ്മുടെ ഖ്വാജ സാഹിബ് തന്നിട്ടുള്ള ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. പഹലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? സൻസാർ കാ കേന്ദ്ര കഹാ ഹേ, ഈ ലോകത്തിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചു. കേന്ദ്രം എന്ന് പറഞ്ഞാൽ സെൻറ്റർ, ഈ ലോകത്തിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചു. നമ്മുടെ ബീർബൽ എന്ത് പറഞ്ഞു കാണും? ബീർബലിനെ തുരന്ത് ജമീൻ पर अपनी छड़ी गाड़ कर उत्तर दिया, यही स्थान चारों ओर से दुनिया के बीचों बीच पड़ता है. यदि ख्वाजा साहब को विश्वास न हो तो वे फीते से सारी दुनिया को नाप कर दिखा दे कि मेरी बात गलत है. ബീർബൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഈ ലോകത്തിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചില്ലേ? ബീർബൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ജമീൻ എന്ന് പറഞ്ഞാൽ നിലത്ത്, ഭൂമിയിൽ തൻ്റെ കയ്യിലുള്ള വടി, ചെടി എന്ന് പറഞ്ഞാൽ വടി വെച്ചിട്ട് പറഞ്ഞു. യഹീസ്ഥാൻ, കയ്യിലുള്ള വടി ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഈ സ്ഥലം 4 ചുറ്റും ലോകത്തിൻ്റെ നടുക്കുള്ളതാണെന്ന് പറഞ്ഞു. യദി ഖ്വാജ സാഹിബ് കോ വിശ്വാസ് ന ഹോത്തോ, അഥവാ ഇനി ഈ സ്ഥലം സെൻട്രൽ അല്ല എന്ന് ഖ്വാജ സാഹിബിന് വിശ്വാസമില്ലെങ്കിൽ
ഫീത്തെ ഫീത്തെ എന്ന് പറഞ്ഞാൽ നൂല് നാട കൊണ്ട് മുഴുവൻ ലോകം നാപ്കർ എന്ന് പറഞ്ഞാൽ അളക്കുക അളന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വടി കൊണ്ട് ആ സ്ഥലം താഴെ തൊട്ടിട്ട് പറഞ്ഞു ഇതാണ് ലോകത്തിൻ്റെ സെൻറ്റർ. ഇനി അഥവാ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ഈ ലോകം മുഴുവൻ അളന്നിട്ട് ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. അക്ബർ ने दूसरा प्रश्न किया. നമ്മുടെ അക്ബർ രാജാവ് അടുത്ത ചോദ്യം ചോദിക്കുവാണ്. ആകാശമേം കിത്തനെ താരേ ഹേ? ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? बीरबल ने एक भेड़ मांगवार कर कहा, इस भेड़ के शरीर में जितने बाल हैं उतने ही तारे आसमान में हैं. ख्वाजा साहब को इसमें संदेह हो तो वे बालों को गिनकर तारों की संख्या से तुलना कर ले. ബീർബലിനോട് എന്താണ് അടുത്ത ചോദ്യം ചോദിച്ചത്? ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിച്ചല്ലേ. അപ്പോൾ നമ്മുടെ ബീർബൽ എന്ത് ചെയ്തെന്ന് അറിയാമോ? പെട്ടെന്ന് തന്നെ ഒരു ഭേഡ് എന്ന് പറഞ്ഞാൽ ഷീപ്പിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഈ ഷീപ്പിൻ്റെ ദേഹത്ത് എത്ര മുടികളുണ്ടോ, ബാൽ എന്ന് പറഞ്ഞാൽ മുടി, ദേഹത്ത് എത്ര രോമങ്ങളുണ്ടോ അത്രയും രോമങ്ങൾ നമ്മുടെ അത്രയും നക്ഷത്രങ്ങൾ, അത്രയും എണ്ണം നക്ഷത്രങ്ങൾ നമ്മുടെ ആകാശത്തും കാണും. അതായത് ഷീപ്പിൻ്റെ ദേഹത്ത് എത്ര രോമങ്ങളുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ ആകാശത്തും ഉണ്ട്. അഥവാ ഖ്വാജാ സാഹിബിന് ഇതിലും സംശയമുണ്ടെങ്കിൽ ആദ്യം ഷീപ്പിൻ്റെ ദേഹത്തുള്ള രോമങ്ങൾ എണ്ണി നോക്കൂ, എന്നിട്ട് അത് ആകാശത്തുള്ള നക്ഷത്രങ്ങളുമായി സെയിം ആണോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അക്ബറിനെ തീസറ സവാൽ കിയ. അപ്പോഴേക്കും നമ്മുടെ രാജാവ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. സംസാർ കി ആബാദി കിത്നി ഹേ? ആബാദി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ജനസംഖ്യ. സംസാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ജനസംഖ്യ എത്രയാണ്, അതായത് ലോകത്തിൽ മുഴുവനായി എത്ര ആൾക്കാരുണ്ടെന്ന്. ബീർബലിനെ കഹാ ജഹാപ്ന संसार की आबादी पल पल पर छटती बढ़ती रहती है क्योंकि हर पल लोगों का मरना जीना लगा ही रहता है. इसलिए यदि सभी लोगों को एक जगह इकट्ठा किया जाए तभी उनको गिनकर ठीक संख्या बताई जा सकती है. അതിനുത്തരം എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, സംസാർ കി ആബാദി ലോകത്തിലെ ജനസംഖ്യ പൽ പൽ പർ ഛട്ടി ബഡ്തി രഹ്തി ഹേ. ഓരോ നിമിഷവും പൽ പൽ പർ എന്ന് പറഞ്ഞാൽ ഓരോരോ നിമിഷവും കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഓരോ നിമിഷവും കുറഞ്ഞുകൊണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത്? ഓരോ നിമിഷവും ആൾക്കാർ മരണപ്പെടുന്നുകൊണ്ട് ജനിക്കുന്നുണ്ട് അല്ലേ. ഓരോ നിമിഷവും എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ കുട്ടി ജനിക്കുന്നുണ്ട്, അതുപോലെ മരണപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഒരു സ്ഥലത്ത് വിളിച്ചുകൂട്ടി, ഇക്കട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരുമിപ്പിച്ചിട്ട് എണ്ണി നോക്കണം. ഗിൻകർ എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് കറക്റ്റ് സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ബാദ്ഷാ तो बीरबल के उत्तरों से संतुष्ट हो गया. നമ്മുടെ രാജാവിന് ബീർബലിൻ്റെ 3 ഉത്തരങ്ങളും കേട്ടപ്പോഴേക്കും സന്തോഷമായി. ലേക്കിൻ പക്ഷേ ഖ്വാജാ സാഹബ് നാക് ഭോം സിക്കോട്ട്കർ ബോലെ. നമ്മുടെ ഖ്വാജാ സാഹിബ് മൂക്കൊക്കെ ചുളിച്ചുകൊണ്ട് പറഞ്ഞു, ഏസി ഗോൽമോൾ ജവാബോം സെ കാം നഹീം ചലേഗാ ജനാബ്. ഇതുപോലെ കുഴപ്പിക്കുന്ന ഗോൽമോൾ ജവാബ് എന്ന് പറഞ്ഞാൽ കുഴപ്പം പിടിച്ച ഉത്തരം ഒന്നും തന്നിട്ട് തീർപ്പാക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. ബീർബൽ പോലെ ഏസെ സവാലോं के ऐसे ही जवाब होते हैं. ബീർബൽ പറഞ്ഞു, ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഇതുപോലെ മാത്രമേ ഉത്തരം നൽകാൻ പറ്റുള്ളൂ. പഹലെ മേരെ ജവാബോं को गलत साबित कीजिए തബ് ആകെ ബഠിയെ. ആദ്യം എൻ്റെ ഉത്തരങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. സാബിത്ത് എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കൂ, എന്നിട്ട് മുന്നോട്ട് പോകാം. ഖ്വാജാ സാഹിബ് സെ ഫിർ കുച്ച് ബോൾത്തെ നഹീം ബന. അപ്പോഴേക്കും നമ്മുടെ ഖ്വാജാ സാഹിബിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും താങ്ക് യു.